സത്യ ഏക ദൈവമായ യേശുവിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് കാലതാമസമാണ്. ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കും, പരിസ്ഥിതിയായിരിക്കും, ചിലപ്പോൾ ആളുകളായിരിക്കും നമ്മുടെ മുൻപിലുള്ള തടസ്സങ്ങൾ. നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നത്, തടവെക്കുന്നത് ചിലപ്പോൾ മനുഷ്യരായിരിക്കും. പക്ഷേ ആരൊക്കെ എത്ര ശക്തിയുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ മുമ്പിൽ തടസ്സങ്ങൾ നിരത്തി വയ്ക്കുന്നതെങ്കിലും അവസാനമായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളുടെയും ഓരോ ചുവടിൻ്റെയും നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്, അത് പ്രാവർത്തികമാക്കുന്നത് ദൈവമാണ് എന്നുള്ളത് ഈ ഒരു ബൈബിളിലെ ഒരുപാട് സ്ക്രിപ്റ്റേഴ്സ് നമുക്ക് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് സ്ക്രിപ്റ്റേഴ്സിൽ കാണിച്ചു തരുന്നതാണ്. എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആരൊക്കെ തടസ്സം നിന്നാലും ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അവസാനമായിട്ട് പ്രാവർത്തികമാക്കുന്നത്. ചിലപ്പോൾ കാലതാമസം എടുത്തെന്ന് വരും, വലിയ തടസ്സങ്ങളും വലിയ നഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചെന്ന് വരും. പക്ഷെ അവസാനമായിട്ട് വിജയിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മുന്നേറ്റം തന്നെയായിരിക്കും. നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ എന്ത് തന്നെയാണെങ്കിലും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ന്യായമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ ദൈവത്തിൻ്റെ അമിത ശക്തിയോൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും എന്നുള്ളത് ഉറച്ച് അങ്ങ് വിശ്വസിക്കുക. എസ്ര എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ ഒരു ചെറിയ വേദഭാഗത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എസ്ര എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് യെരുശലേം ദേവാലയത്തിൻ്റെ പുതുക്കിപ്പണിയെ കുറിച്ചാണ്. യെരുശലേം ദേവാലയം പുതുക്കി പണിയുന്നത് ബാബിലോണിലുള്ള പ്രവാസകാലത്തിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നശിച്ചുപോയ യെരുശലേം ദേവാലയം രണ്ടാമത് പുതുക്കി പണിയാൻ വേണ്ടി ഇസ്രായേൽ മക്കൾ തുടങ്ങുന്നത്. അപ്പോൾ ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ കോരശ് അല്ലെങ്കിൽ സൈറസ് രാജാവിൻ്റെ ഒരു കൽപ്പനയ്ക്ക് അനുഷ്ഠിതമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ദൈവം യിരെമ്യാ പ്രവാചകന്റെ വായിൽ കൂടി കൊടുത്തിരിക്കുന്ന പ്രവചനം നിവൃത്തിയാകുവാൻ തക്കവണ്ണം യെരുശലേം ദേവാലയം രണ്ടാമത് പുതുക്കി പണിയണം എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ബാബിലോണിൽ അന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ പാഴ്സി രാജാവായ കോരശിന് ഒരു വിഷൻ ലഭിക്കുന്നു. ആ കോരശ് രാജാവിന് ലഭിക്കുന്ന ദർശനം എന്ന് പറയുന്നത് യെരുശലേം ദേവാലയം രണ്ടാമതായിട്ട് പുതുക്കി പണിയണം. അതിനായിട്ട് കോരശ് രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നു. ഇസ്രായേൽ മക്കൾ ആർക്ക് വേണമെങ്കിലും തിരിച്ച് യെരുശലേമിലേക്ക് പോകാം. അവിടെ പോയി അവർ ഈ ഒരു ദൈവത്തിൻ്റെ ദേവാലയം രണ്ടാമതായിട്ട് പണി കഴിപ്പിക്കണം, അല്ലെങ്കിൽ പുതുക്കി പണിയാണ്. ഇതിനുവേണ്ടി ഒരുപാട് യെരുശലേം നിവാസികൾ എന്ന് പറഞ്ഞാൽ പ്രവാസികൾ തിരിച്ചു പോവുകയാണ് അവരുടെ ദേവാലയം പണി കഴിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അവരവിടെ ചെന്ന് ദേവാലയത്തിൻ്റെ പണി തുടങ്ങുമ്പോഴത്തേക്കിന് അവിടെ അന്നേരം താമസിച്ചുകൊണ്ടിരുന്ന മറ്റ് ജാതികൾ അവർ വന്ന് പറയുന്നു, ഞങ്ങൾക്കും ഈ ഒരു ദേവാലയത്തിൻ്റെ പണിയിൽ ഏർപ്പെടണം. പക്ഷേ ഇവരെ യെരുശലേം നിവാസികൾ അല്ലെങ്കിൽ യഹൂദന്മാർ കൂട്ടുന്നില്ല ഈ ദേവാലയം പണിയാൻ വേണ്ടി. ഇതിലിവർ വളരെയധികം ക്ഷുഭിതരായിട്ട് അവർ തീരുമാനിക്കുകയാണ്, എങ്ങനെ വന്നാണെങ്കിലും യെരുശലേം ദേവാലയം രണ്ടാമത് പണി കഴിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പണി പൂർത്തിയാക്കാൻ അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ അതിനുവേണ്ടി അവരൊരു വലിയ ഉപായം കാണുകയാണ്. അന്നത്തെ രാജാവായ ദര്യാവേശ് രാജാവിൻ്റെ അടുക്കൽ അവർ യഹൂദന്മാരെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞറിയിക്കുകയാണ്. ഇവർ വലിയ കുഴപ്പം പിടിച്ച ആൾക്കാരാണ്, ഇവർ അവരുടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് സകല രാജാക്കന്മാരെയും തോൽപ്പിക്കും, ഇവർ ശക്തിമാന്മാരായാൽ ആ ഒരു ദേവാലയം പണി കഴിപ്പിച്ചാൽ പിന്നെ അവർ നിങ്ങൾക്ക് നികുതിയൊന്നും തരത്തില്ല എന്നുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ ഒരു ദര്യാവേശ് രാജാവിനെ കൊണ്ട് ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ്. താനൊരു തീരുമാനം എടുക്കുന്നത് വരെ യെരുശലേം ദേവാലയത്തിൻ്റെ പണി തുടരാൻ പറ്റത്തില്ല, അതവിടെ നിർത്തിവെക്കുക എന്നുള്ളൊരു വിളംബരമാണ് ദര്യാവേശ് രാജാവ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് ശത്രുക്കൾ ഓടി വന്ന് യഹൂദന്മാരോട് പറയും പണി നിർത്തിവെക്കണമെന്ന്. അങ്ങനെ ആണ്ടുകളോളം യെരുശലേം ദേവാലയം പണി പൂർത്തിയാകാൻ മേലാതെ പണി തുടങ്ങിയ അതേ അവസ്ഥയിൽ അവരവിടെ വെറുതെ ഇട്ടിരുന്നു. ഈ ഒരു തീരുമാനം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. യെരുശലേം ദേവാലയം പുതുക്കി പണിയണം എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെയാണ് മറ്റുള്ള ജാതികൾ ഇങ്ങനെ ഒരു ഉപായം തീരുമാനിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷം, ആണ്ടുകൾക്ക് ശേഷം സെരൂബബേലിൻ്റെ നേതൃത്വത്തിൽ ഇവർ പിന്നെയും പണി തുടങ്ങുവാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ആൾക്കാർ പിന്നെയും പോയി രാജാവിനോട് പറയുന്നു, ഈ ഒരു ദേവാലയം ഇവർ പണിയാൻ തുടങ്ങുകയാണെന്നുള്ളത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് രാജാവ് പഴയ വിളംബരങ്ങളെല്ലാം എടുത്ത് നോക്കുകയാണ്. അപ്പോൾ രാജാവിന് മനസ്സിലാവും തന്നെക്കാട്ടിലും മുമ്പിലുള്ള സൈറസ് അല്ലെങ്കിൽ കോരശ് രാജാവ്
അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വിളംബരമാണ് ഇവർ പോയി അങ്ങനെ ഒരു പണി കഴിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ദര്യാവേശ ഒരു വലിയ വിളംബരം പുറപ്പെടുവിക്കുകയാണ്, അതിൻ്റെ ഒരു തീരുമാനം നടപ്പിലാക്കുകയാണ്. എസ്രാ പുസ്തകം 6-ാമത്തെ അധ്യായം നിങ്ങളെല്ലാവരും വായിക്കുക. ഈ ഒരു 6-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന അതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ, ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പദ്ധതിക്ക് ഇടയിൽ ഒരാൾക്കും നിൽക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇനി ഏത് പ്രതികൂലങ്ങൾ വന്നാലും ആ പ്രതികൂലങ്ങളെ കൊണ്ട് തന്നെ മുള്ളിനെ മുള്ളുകൊണ്ട് എടുപ്പിക്കുന്നത് പോലെ തന്നെ ആ പ്രതികൂലങ്ങളെ ദൈവം അനുകൂലമാക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ദര്യാവേശിൻ്റെ വിളംബരം അനുസരിച്ച് ഒരൊറ്റ ജാതികളും അന്യജാതിക്കാരും ഇസ്രായേൽ മക്കൾ പണി തുടങ്ങുന്നതിന് ഇടയ്ക്ക് നിങ്ങൾ പോകാൻ പറ്റത്തില്ല, നിങ്ങൾ ആ പണിയിൽ നിന്നും മാറി നിൽക്കണം. ഇത് മാത്രമല്ല ദര്യാവേശ് പറയുന്നത്, അവർക്ക് വേണ്ട സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ ഒരുക്കണം, അവർക്ക് വേണ്ട കൂലി പോലും നിങ്ങൾ കൊടുക്കണം, അവർക്ക് വേണ്ട സാധനങ്ങൾ പോലും നിങ്ങൾ എത്തിക്കണം. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു പണിയിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. ആ പണി എങ്ങനെ വന്നാലും പൂർത്തി ആകപ്പെട്ടേ മതിയാകത്തുള്ളൂ. ഇത് മാത്രമല്ല ദര്യാവേശ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ആരെങ്കിലും ഇതിനിടയ്ക്ക് നിന്നാൽ, ഇതിന് പ്രതികൂലമായിട്ട് നിന്നാൽ അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു കഴുക്കോല് നീട്ടി അവനെ ആ ഒരു കഴുക്കോലിൽ തന്നെ തൂക്കിക്കൊല്ലണം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതിക്ക് ബദലായിട്ട് അതിനെതിരെ ഒരു തടസ്സവും ഒരു പ്രതിബന്ധവും നിലനിൽക്കത്തില്ല എന്നതാണ് ഈ ഒരു 6-ാമത്തെ അധ്യായത്തിൽ കൂടി നമ്മൾ കാണുന്ന ദര്യാവേശിൻ്റെ വിളംബരം എന്നുള്ളത്. രാജാവിനെ കൊണ്ട് ഈ പണി നിർത്തിക്കണം എന്ന ഉപായവുമായിട്ട് ചെന്ന ആൾക്കാർക്കാണ് സ്വയം ഒരു വിനയായിട്ട് ഈ ഒരു വിളംബരം മാറുന്നത്. അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും സഹായങ്ങളും നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു തിരിച്ചൊരു അടിയായിട്ടാണ് ഈ ഒരു വിളംബരം അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത്. രാജാവിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളോടും സഹായങ്ങളോടും കൂടെ തന്നെയാണ് യെരൂശലേം ദേവാലയത്തിൻ്റെ പണി അങ്ങനെ പൂർത്തിയാക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികൾ അതിനിടയ്ക്ക് ഒരു തടസ്സങ്ങളും ഒരു പ്രതിബന്ധങ്ങളും നിലനിൽക്കുകയില്ല. തടസ്സങ്ങൾ കാണും, പ്രതിബന്ധങ്ങൾ കാണും, മനുഷ്യർ പ്രതികൂലമായിട്ടും പ്രതിബന്ധങ്ങളും തടസ്സങ്ങളുമായിട്ടും ഒക്കെ വന്നെന്നിരിക്കും. പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ വന്നെന്നിരിക്കും, പലതരത്തിലുള്ള കാലതാമസങ്ങൾ വന്നെന്നിരിക്കും. ഒരുപാട് വർഷങ്ങളാണ്, ആണ്ടുകളാണ് ഈ ഒരു പണി തുടങ്ങിക്കഴിഞ്ഞ് അവരവിടെ നിർത്തിവെച്ചത്. പക്ഷെ ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവം തൻ്റെ പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടി ഏത് പ്രതിസന്ധികൾക്ക് ഇടയിൽ കൂടിയും വഴി ഒരുക്കും, വഴി തുറക്കും, വാതിൽ തുറക്കും എന്നതാണ് എസ്രാ എന്ന പുസ്തകത്തിൽ നിന്ന് നമ്മൾക്ക് ഈ ഒരു സ്ക്രിപ്ചറിൽ കൂടി കാണുന്നത്. ഇത്തരം ഒരുപാട് സ്ക്രിപ്ചേഴ്സ് നമ്മൾക്ക് ബൈബിളിൽ വായിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ പദ്ധതിക്ക് എതിരായിട്ട് മനുഷ്യർ നിന്നെന്നിരിക്കും, വലിയ ശക്തികൾ, വലിയ മേൽക്കോയ്മയുള്ള ആൾക്കാർ അതിനൊക്കെ ഇടയ്ക്ക് നിന്നെന്നിരിക്കും. പക്ഷേ സമയമാകുമ്പോൾ കറക്റ്റ് ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാവുക തന്നെ ചെയ്യും. ഇതേപോലെ തന്നെ പുതിയ നിയമത്തിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പൗലോസും ശീലാസും അവരെ രണ്ടുപേരെയും വലിയ ചങ്ങലകളിട്ടും ആമത്തിലിട്ടുമാണ് കാരാഗൃഹത്തിൽ അടച്ചത്. പക്ഷെ വെറും ഒരു ഭൂകമ്പത്തോടു കൂടി അവരെ ദൈവം അവിടുന്ന് ഇറക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് അവർ ദൈവത്തിന് വേണ്ടി വേല ചെയ്യണം എന്നുള്ളതായിരുന്നു. അതിനെതിരെ അതിനിടയ്ക്ക് തടസ്സമായിട്ട് പ്രതികൂലമായിട്ട് ഒരു കാരാഗ്രഹത്തിനും ഒരു ചങ്ങലയ്ക്കും നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ളത് ദൈവം ഇവിടെ കാണിച്ചു തരികയാണ്. ശക്തികൾ വളരെ വലിയതായിരിക്കും, കാരാഗ്രഹവും ചങ്ങലയും നിയമവ്യവസ്ഥകളും ഒക്കെ എതിരായിരിക്കും, നമ്മളുടെ സാഹചര്യങ്ങൾക്ക് നമ്മൾക്ക് എതിരായിരിക്കും, മനുഷ്യർ നമ്മൾക്ക് എതിരായിരിക്കും. പക്ഷേ അവസാനം വിജയിക്കുന്നത് ദൈവത്തിൻ്റെ മുന്നേറ്റമാണ് എന്നുള്ളത് വലിയ തോതിൽ നമ്മളിവിടെയൊക്കെ കാണുന്നൊരു വസ്തുത തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് പൗലോസും ജയിലിൽ നിന്ന് പൗലോസിനെയും ദൈവം മോചിപ്പിക്കുന്നത്. രണ്ട് പടയാളികളുടെ ഇടയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന പൗലോസിനെയാണ് ഒരു ദൂതനെ വിട്ട് ദൈവം അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നത്. കാരണം സുവിശേഷം, ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കാൻ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ വേണ്ടി വന്നേ മതിയാകത്തുള്ളായിരുന്നു. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ആര് എതിര് നിന്നാലും, ഏതൊക്കെ മതപ്രമാണികളോ ഏതൊക്കെ വൻ ശക്തികളോ ഒക്കെ എതിര് നിന്നാലും അതിനൊന്നും ഒരു തടസ്സമായിട്ട് നിലനിൽപ്പില്ല എന്നുള്ളത് ഇതേ വസ്തുത നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇന്നും ഇതേപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. നമ്മളുടെ ജീവിതത്തിലും നിലനിൽക്കുന്ന പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും കാലതാമസങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് എതിരെ ഒരു തടസ്സമായിട്ട് നിലനിൽക്കുകയില്ല. ഉണ്ടായിരിക്കും, തടസ്സങ്ങൾ ഉണ്ടായിരിക്കും, അനർത്ഥങ്ങൾ ഉണ്ടായിരിക്കും, കാലതാമസങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ
ഇതിനൊന്നും നിലനിൽപ്പില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മേൽക്കോയ്മ ഇല്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്. വിശ്വാസത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, ദൈവത്തിൻ്റെ കരുണയ്ക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിനും ദൈവത്തിൻ്റെ അഗാധമായ കരുതലിനും നമ്മളൊക്കെ അവകാശികളാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാകുമ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ ഓരോ സമയമാകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം ചെയ്ത് തീർക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് കാലതാമസങ്ങളോ വൻ ശക്തികളോ എന്ത് തരത്തിലുള്ള അനിശ്ചിതങ്ങളോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തടസ്സങ്ങളായിട്ട്, പ്രതിബന്ധങ്ങളായിട്ട് ഉണ്ട് എങ്കിലും ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഓരോ ദിവസവും മുൻപോട്ട് പോകുവാൻ ഇത്തരം സ്ക്രിപ്ചേഴ്സ് നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. സോ കം fall in love with Jesus and fall in love with the word of God.